ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് എത്തുന്നില്ല. ഈശോയുടെ വഴി എന്ന് പറയുന്നത് പീഡാനുഭവ മരണങ്ങളിലൂടെയുള്ള യാത്രയാണ്. സഹനങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവിന്റെ അടുത്തെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമ്മോട് വ്യക്തമായി പറയുകയും തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈശോയുടെ മുമ്പിൽ മഹത്വമുണ്ടാകും. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വണക്കം ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധരുടെ ജീവിതം നമുക്ക് സാക്ഷ്യമായി നൽകുന്നു. ഒരു മനോഹരമായിട്ടുള്ള കൊച്ചു കഥ ഇപ്രകാരമാണ്. അമ്പലത്തിലെ എല്ലാ പരിപാടികളും ഒക്കെ കഴിഞ്ഞ് പൂജാരി വാതിലടച്ച് യാത്രയായപ്പോൾ വിഗ്രഹവും അതിന്റെ മുൻപിലെ പടിയും തമ്മിൽ സംസാരം ആരംഭിക്കുകയാണ്. പൂജ്യമായി കരുതുന്ന ആ വിഗ്രഹത്തെ നോക്കി ആ പടി, കരിങ്കൽ കൊണ്ട് പണിതിരിക്കുന്ന ആ പടി പ്രകാരം പറഞ്ഞു, എത്ര മനോഹരമാണ് നിന്റെ ജന്മം. എല്ലാവരും നിന്നെ വന്ന് പുകഴ്ത്തുന്നു, വണങ്ങുന്നു, പൂജിക്കുന്നു. പൂജാരിയാകട്ടെ നിന്റെ മേലിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, പാലൊഴുക്കുന്നു. ഇതെല്ലാം കേട്ട് വിഗ്രഹം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് ഈ കൽപ്പടി സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എന്റെ ജീവിതം എല്ലാവരും ചവിട്ടിത്താഴ്ത്തുകയാണ്, ആർക്കും എന്നെ വേണ്ട. പൂജാരിയുടെ ചവിട്ടേൽക്കാൻ മാത്രം തരം താണു പോയതാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞ് ആ കരിങ്കൽ പടി കണ്ണീരൊഴുക്കി. പക്ഷേ ആ വിഗ്രഹം കരിങ്കൽ പടിയോട് ഇപ്രകാരം പറയുകയാണ്, നോക്കൂ, നിന്നെയാണ് വിഗ്രഹമായി എടുക്കാൻ വേണ്ടി ആ ശില്പി സമീപിച്ചത്. പക്ഷെ നിന്നെ കൊത്തിയപ്പോൾ നീ അതിന് വഴങ്ങാതെ വന്നപ്പോഴാണ് നിന്നെ ഈ കരിങ്കൽ പടിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ എങ്കിലും നീ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലല്ലേ ഇവിടെ ആയിരിക്കുന്നത്. വിഗ്രഹം പറഞ്ഞു, ഞാൻ എത്രയധികം സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഇത്തരമൊരു രൂപത്തിലേക്ക് വന്നതെന്നറിയൂ. അതേ സ്നേഹമുള്ളവരെ, സഹനങ്ങളിലൂടെ യാത്രയാകുന്നവർക്ക്, രോഗങ്ങളിലൂടെ യാത്രയാകുമ്പോഴേ ദൈവത്തോട് ചേർന്ന് സഹിക്കുന്നവർക്ക് മഹത്വം ഉണ്ടാകുകയുള്ളൂ എന്ന് സുവിശേഷങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കും ഈശോയുടെ വഴി തിരഞ്ഞെടുക്കാം. സഹനങ്ങളിലൂടെ യാത്രയാകുമ്പോഴും, ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുമ്പോഴും, വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയോട് ചേർന്ന് സഹിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പിതാവിന്റെ പക്കലേക്കുള്ള വഴികൾ നമുക്ക് എളുപ്പമാവുകയാണ്. സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കാൻ, ബലി ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.